ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോണത് മസാല ദോശയാണ്. ഹോം മെയ്ഡ് മസാല ദോശ. നമ്മൾ വീട്ടിലേക്കുള്ള തവയിൽ തന്നെ ഉണ്ടാക്കുന്ന കുട്ടി മസാല ദോശയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ആദ്യം ഒരു കുക്കറിലോ അല്ലെങ്കിൽ വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിട്ട് അതിനകത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ്. പിന്നെ ഇത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഒനിയൻ, സവാള എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി നല്ല ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. പിന്നെ പച്ചമുളകാണ്. അതിങ്ങനെ ചോപ്പ് ചെയ്തിരുന്നവർക്ക് അങ്ങനെ ഇടാം. ഞാനിതിങ്ങനെ നടുകനെ കീറിയാണ് വെച്ചിരിക്കുന്നത്. ഇത് നമുക്കൊരു 1/2 ടീസ്പൂൺ കായം ഇതിലേക്ക് ആവശ്യമായിട്ട് വരും. ഇത്രയും സാധനങ്ങളാണ് നമ്മൾക്ക് ആവശ്യമായിട്ട് വരിക. 1 ടീസ്പൂൺ നാരങ്ങാനീരും കൂടെ നമ്മൾ മസാലയിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് പൊട്ടറ്റോ വേവിക്കാൻ തുടങ്ങാം. ഞാനിവിടെ പ്രഷർ കുക്കറിലാണ് പൊട്ടറ്റോ വേവാൻ വച്ചിരിക്കുന്നത്. പൊട്ടറ്റോ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഓയിൽ ആഡ് ചെയ്യുക. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യണത്. അതൊരു 3 ടേബിൾ സ്പൂൺ ആവശ്യമുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളൊരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നു. ഇത് 1 ടീസ്പൂൺ പരിപ്പും ഉഴുന്നുപരിപ്പുമാണ്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വയ്ക്കണ ഈ സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോകാൻ പാടില്ല. കുറച്ച് കറിവേപ്പില ഈ സമയത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളകൊക്കെ നമ്മൾ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സവാള ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ ഈ സവാള എല്ലാം നല്ല സോഫ്റ്റായി വരണം. ഇപ്പോൾ നമ്മൾ സവാളയുടെ ഈ മിക്സ് നന്നായിട്ട് വഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് ബോയിൽ ചെയ്ത് വെച്ച പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ തവി വെച്ച് തന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഈ സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊരു 2 ടീസ്പൂൺ വെള്ളം ആഡ് ചെയ്യാം. നന്നായി മിക്സ് ആയി വരുന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അല്ല നമുക്ക് വെള്ളം ഇല്ലയെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 2 ടീസ്പൂൺ വെള്ളം ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മളൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നേരത്തെ നമ്മളൊരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്തതാണ്. ഇപ്പോൾ നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ. 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പുളിരസം വരുമ്പോൾ നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് വരും. കറിവേപ്പില നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ മസാല നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എല്ലാം നന്നായി മിക്സായി വരണം. അടി പിടിക്കാനും പാടില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി നമ്മൾ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ദോശ ചുടാനുള്ള പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാണ് ചെയ്യേണ്ടത്. ഇനി നമ്മുടെ പാൻ ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യണം. നമ്മുടെ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷമാണ് നമ്മൾ ദോശമാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കരുത്. നമ്മുടെ ദോശ ഇങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മസാല ദോശ ആയി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ദോശമാവ് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് തീ കൂട്ടി വെച്ചിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. നല്ല നൈസായിട്ട് പരത്താൻ ശ്രമിക്കുക. നമ്മുടെ കയ്യിലുള്ള പാൻ എന്തോരമാണോ മാക്സിമം ആ വട്ടത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ നോക്കണം. നമുക്കിതിലേക്ക് നെയ്യാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്.
നല്ലെണ്ണ യൂസ് ചെയ്യുന്നവരുണ്ട്, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിവിടെ നെയ്യാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഫ്ലെയിം പതുക്കെ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം. നമ്മുടെ ദോശയുടെ ആ മാവൊക്കെ ഒന്ന് വലിഞ്ഞ് ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷമാണ് നമ്മൾ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ദോശ ഇങ്ങനെ മൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. മസാല ഒരു സൈഡിലായിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്യണമല്ലോ ദോശ, അപ്പോൾ ഒരു സൈഡിലായിട്ട് ഫില്ല് ചെയ്യുക. ഇനി നിങ്ങളുടെ തവയുടെ ചൂട് ഒരു ദോശ ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത ദോശയുടെ സമയമാകുമ്പോഴേക്കും ഭയങ്കര ചൂടായി പോയിന്ന് തോന്നുകയാണ്. ചൂട് കൂടുതലുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് കുറച്ച് വാട്ടർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക മുകളിലേക്ക്. അപ്പോൾ അതിൻ്റെ ആ തവയുടെ ചൂട് നോർമലി കുറഞ്ഞു വരും. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ദോശയുടെ മാവ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ചുട്ടെടുക്കാം. ഇനി ഞാൻ ഇത് തന്നെ വേറൊരു രീതിയിൽ ചെയ്യാറുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചട്നി ഏതാണെന്ന് വെച്ചാൽ അത് ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഡ്രോപ്സ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം. എന്നിട്ട് നമ്മൾ മസാല ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് സ്പ്രെഡ് ചെയ്യുള്ളൂ. നമ്മളിങ്ങനെ കട്ടയാക്കിയിട്ട് ഒരുപാട് മസാല വയ്ക്കില്ല, ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുകളിലായി കുറച്ചുകൂടെ ചട്നി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് നമ്മളതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ചും കൂടെ നെയ്യ് ഒരു 1/2 ടീസ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഫോൾഡ് ചെയ്തെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു സൈഡ് മറ്റേ സൈഡും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. മസാല ഒരുപാട് അതിൻ്റെ ഉള്ളിൽ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി തന്നെയാണ്. പിന്നെ ഇത് നമ്മൾക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാനും നല്ലതായിരിക്കും. കാരണം അവർക്കപ്പോൾ വേറെ ചട്നി മറിഞ്ഞു പോവോ അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ടിഫിൻ ബോക്സിലാക്കി കൊടുക്കാം. ഹാഫാക്കി വെച്ചാൽ മതി. കുട്ടികൾക്കും ഇഷ്ടമാവും, അവർ ഹാപ്പി, നമ്മൾ ഹാപ്പി. നമ്മുടെ മസാല ദോശ ഇപ്പോൾ ഇവിടെ റെഡിയാണ്. നമുക്ക് ഇതിന് സെർവ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. ദോശമാവ് ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് പൊട്ടറ്റോയും ഉണ്ടായാൽ മതി. പിന്നുള്ളതൊക്കെ നമ്മുടെ വീട്ടിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.